ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേരും കൂടി നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മയെ കൂടെ ഞാൻ കൊണ്ടുപോവാം. ഇനി ആരൊക്കെ തടഞ്ഞാലും അവൻ നിൽക്കില്ല. മോനെ, നീ പൊയ്ക്കോ. നീ ആഗ്രഹിച്ച വഴിയെ തന്നെ പൊയ്ക്കോ. ഇവിടെ ആരും തടസ്സം നിൽക്കില്ല. പോകാൻ വരട്ടെ. അതിപ്പോ മറ്റൊരു വീട്ടിലേക്ക് മാറിയാലും ഈ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല മനോജേ. മനസ്സിലായില്ല പ്രകാശൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഇവിടുന്ന് താമസം മാറിയാല് അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്തം എന്റെ തലയിലാവില്ലേ എന്ന്. എനിക്ക് മാത്രം എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാൻ പറ്റില്ല. അച്ഛനെ അമ്മയെ നോക്കണ്ട, ഭാരമൊറ്റയ്ക്ക് ചുമക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. ഞങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കണ്ട. അതോർത്ത് ആരും വിഷമിക്കുകയും വേണ്ട. അവശത വരുമ്പോ ഞങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി ജീവിച്ചോളാം. മക്കൾക്കൊരിക്കലും ഭാരമാവാൻ ഈ അച്ഛനും അമ്മയും നിൽക്കില്ല. പൊതിരെ തല്ലുകൊണ്ടിട്ടും മതിയായില്ലടാ നിനക്ക്. മനോജേ, അനാഥാലയത്തിൽ പോകുന്ന കാര്യമൊന്നും നടക്കുന്ന കാര്യമല്ല. അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിൽ തുല്യ ചെലവ് വഹിക്കുന്ന ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കണം. എന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഹരിതയാ. അവളോട് ചോദിച്ചിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെയങ്ങ് മുങ്ങാൻ വരട്ടെ. അച്ഛന്റെ പെൻഷൻ കിട്ടിയ പണം ഒറ്റയ്ക്ക് അനുഭവിച്ചവനല്ലേ നീയ്. ഇനി അങ്ങോട്ടുള്ള ഇവരുടെ കാര്യത്തിൽ പകുതി ചെലവ് നീ വഹിച്ചേ മതിയാവൂ. അത് സമ്മതിക്കാതെ നീ ഇവിടെ നിന്ന് ഒരടി പോലും ചലിക്കില്ല. രണ്ടുപേരും കൂടി നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മയെ കൂടെ ഞാൻ കൊണ്ടുപോവാം. മതി, അത് മതി. എങ്കിൽ പിന്നെ കൈയോടെ പിടിച്ചിറക്കി കൊണ്ടുപോയിക്കോ. പ്രകാശേട്ടാ വേണ്ട. വയസ്സുകാലത്ത് അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിക്കരുത്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പാപമൊന്നും ഒരു ദൈവം പൊറുക്കില്ല. മഹാപാപമാണ് പ്രകാശേട്ടാ, മഹാപാപം. ശബ്ദിച്ചു പോകരുത്. മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിന്റെ പ്രധാനമായ തീരുമാനം എടുക്കേണ്ടത് ഇപ്പോഴാ. കാൽക്കാശിന് ഗതിയില്ലാത്ത നീയെ ശബ്ദിച്ചു പോകരുതെന്ന്. ഇല്ല, മാധവേട്ടനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. കൊന്നാലും പോവില്ല. മോനെ, ഇത് കുറച്ച് കൂടി പോയടാ. ഇതിനേക്കാൾ ഭേദം കുറച്ച് വിഷം വാങ്ങി തന്നോളൂ ഞങ്ങൾക്ക്.
ചന്ദ്രു 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 കരയാതെ ചന്ദ്രു. പ്രകാശന് ആവശ്യപ്പെട്ടതുപോലെ നീ ഇപ്പം മനോജിനൊപ്പം പോയി താമസിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ കലഹവും പോരും ഒഴിഞ്ഞുള്ള ഒരു നേരം ഉണ്ടാവില്ല ഇവിടെ. ഒരു കാലത്തും നമുക്ക് മനസമാധാനം തരില്ല ഈ മക്കള്. തൽക്കാലത്തേക്കൊരു മാറ്റം. അധികം വൈകാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം. ഇല്ല മാധവേട്ട, മാധവേട്ടനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാനാവില്ല. പിരിയുന്നതിനേക്കാൾ എളുപ്പം ഒരുമിച്ച് ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നത്. ഏത് ലോകത്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവൻ ഒടുക്കാം. ജീവൻ ഒടുക്കാനോ? നീ എന്ത് പ്രാന്തായി പറയുന്നത്? നമ്മൾ ജീവൻ ഒടുക്കിയ മക്കൾക്ക് ആയുഷ്കാലം മുഴുവൻ ദുഷ്പേരാവില്ലേ? ഒരുമിച്ച് മരിക്കാനല്ലല്ലോ, ജീവിക്കാനല്ലേ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. നമ്മൾ ജീവിതം സ്വയം അവസാനിപ്പിച്ച മാധവൻ നായരുടെ കൂടെ ഒളിച്ചോടിപ്പോയ തമ്പുരാട്ടി പെണ്ണിന്റെ ഗതി കണ്ടില്ലേന്ന് നാട്ടുകാരടക്കം പറയും. മാത്രമല്ല, ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ അവസാന കാലത്ത് മഹാപാപം ചെയ്ത് നശിപ്പിക്കണോ? വേണ്ട ചന്ദ്രു, നമ്മൾ ജീവിക്കണം. നമ്മളെ അനുസരിച്ച് ജീവിച്ച മക്കളെ കുറച്ചു കാലം അനുസരിക്കേണ്ട ബാധ്യത നമുക്കുമില്ലേ ചന്ദ്രു? നീ മനോജിനൊപ്പം പോകണം. നമ്മൾ മാത്രമല്ല, തളർന്നു കിടക്കുന്ന ഒരു അമ്മയുണ്ടാകത്ത്. ഒരുമിച്ച് ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലും പരസ്പരം കൈപിടിച്ചിറങ്ങിയ ആ അമ്മയുടെ ഗതി എന്താവും? പൊക്കിൽ കൊടി ബന്ധത്തിന് കണക്ക് പറയുന്ന മക്കള് ആ അച്ചമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മാനത്തെ കൊട്ടാ